ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിലൊരു വലിയ വഴക്ക്, ഒരുപാട് സമയം നീണ്ടുന്ന ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അതായത് കിച്ചൺ ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ തർക്കങ്ങളാണ് ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ. അപ്പാനി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ അവിടെ മറ്റേ പഞ്ചസാരയും മുളക് പൊടിയൊക്കെ വെതറിയിട്ടിരിക്കുന്നത് എന്താണെന്ന് അപ്പാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് കിച്ചൺ ടീം അത് ചെയ്തിട്ടില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു രാത്രിയിൽ നമ്മുടെ നെവിൻ ബിഗ് ബോസിൽ ഇറങ്ങി നടന്ന് പലതും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇന്നലെയും കഴിക്കുന്നുണ്ട്. നെവിൻ്റെ പരിപാടി ആവാനാണ് സാധ്യത. നെവിൻ പല സാധനങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കിച്ചൺ ടീം അല്ല ചെയ്തതെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് അനീഷ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ രാവിലെ അവിടെ പാത്രങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വെള്ളം ഇറ്റിറ്റേ വരുന്നുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് കഴുകാത്തത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് പിന്നീട് വെള്ളം വന്നതാണ്, അപ്പോൾ ഞാൻ എന്നിട്ട് പിടിച്ചു വയ്ക്കുക വരെ ചെയ്തു, എന്നിട്ടും പാത്രം കഴുകിയിട്ടില്ല എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ അനീഷിൻ്റെ മേലെ പിന്നെ നമുക്കറിയാലോ, കുറച്ച് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരൊരു ഗ്യാങ് ആയിട്ട് നിന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇവർക്ക് തന്നെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എല്ലാ സീസണിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ടാർഗറ്റ് ചെയ്ത് ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം പറഞ്ഞു പോയാൽ മതി. അപ്പാനിയൊക്കെ ഭയങ്കര ഓവർ വയലൻസ് കാണിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. വെസൽ ടീം ഇന്നലെ വെള്ളമില്ല എന്ന് പറഞ്ഞ് പാത്രം കഴുകിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നീട് വെള്ളം വന്നത് അറിഞ്ഞിട്ടും നെവിനും കഴുകിയിട്ടില്ല. നെവിനാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ. രാവിലെ ഷാനവാസ് എണീറ്റ് ചോദിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഇത് കഴുകാത്തത് എന്ന്. നെവിനോട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഈ വെസൽ ടീം പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വരുമ്പോൾ കുറച്ച് പിടിച്ചു വെച്ചൊക്കെ കഴുകാം. ക്യാപ്റ്റനായാലും വെള്ളം വന്ന് കണ്ടാൽ അയാൾക്ക് ചെയ്യാം, അല്ലേ? കിച്ചണിന്റെ ഡ്യൂട്ടി അവരുടേതാണല്ലോ. കിച്ചണിൽ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി അഥവാ ഇത് അവർ മനഃപൂർവ്വം ചെയ്ത അല്ലെങ്കിൽ തന്നെ ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട വയലൻസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അനീഷിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒച്ച കൂടും. ഗ്രൂപ്പായിട്ടുള്ളൊരു അറ്റാക്ക് അവിടെ നടക്കുന്നുണ്ട്. അനീഷിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണെങ്കിലും എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഇത്രയും കാലമായിട്ട് ഇത് പഠിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഒരാളെ തന്നെ 5-6 പേര് ചേർന്ന് നിന്ന് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടും ഫെയർ അല്ല. എപ്പോഴും നമ്മൾ ഒരു ഫൈറ്റ് ആണെങ്കിലും തുല്യത വേണം അവിടെ. ഇപ്പം അനീഷിനോട് ഒരാൾക്ക് ഫൈറ്റ് ചെയ്യാം, ഒരാൾ സംസാരിക്കുക, അല്ലെങ്കിൽ 2 പേര് 4-5 പേര് നിന്നിട്ട് ഒരാൾക്കെതിരെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ശരം തൊടുക്കുമ്പോൾ അത് കാണുന്നവർക്ക് അത്ര രസകരമായി തോന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ അനീഷിന്റെ ഭാഗത്തും കുറച്ച് ന്യായമുണ്ട്. അനീഷ് കിച്ചണിനകത്ത് അവിടെ വാരി വെതറിയിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്ട്, 2 പാത്രങ്ങൾ കഴുകിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു ഫാക്ട്. ഇന്നത്തെ വഴക്കിൽ അനീഷിന്റെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട്. മറ്റുള്ളവർ വെള്ളമില്ലാത്തത് കൊണ്ട് ചെയ്തില്ല എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഇത്രയും വയലൻസ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ചോദ്യം. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.